ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ സാധാ പത്തിരിപ്പൊടി. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 4 ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ ബാറ്റർ. ഇനി ഇതിലേക്ക് 2 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇതേ സമയം നമ്മൾ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. രണ്ട് നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് പശുനെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. നല്ല ചൂടുള്ള ടൈമിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോഴേ നമ്മുടെ ഈ കലത്തപ്പം നല്ല ആരോട് കൂടിയിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് വിസിലിടാതെ ഒരു 8 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പോലെ ആവി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. ഇനി കലത്തപ്പത്തിൻ്റെ സൈഡൊക്കെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് വിടിയിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അടിയൊന്നും കരിഞ്ഞിട്ടില്ല. നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ പശുനെയ്യിൻ്റെ ഒക്കെ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പമാണ്.
അരിയൊന്നും വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി അരച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ ബൈ.